നമുക്ക് കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ പയ്യന്നൂരിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. വെള്ളൂർ രാമൻകുളത്തിന് സമീപത്തെ വി കമലാക്ഷിയുടെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന് മുന്നിലുള്ള പരസ്യ ബോർഡിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടിയതിനാൽ വീടിനോ വാഹനങ്ങൾക്കോ കേടുപാട് സംഭവിച്ചില്ല. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, നല്ല ഒന്നാം തരം സ്ഫോടക വസ്തുവൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ കണ്ണൂരിൽ പലയിടത്തും ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ വിരുദനഗറിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിയൊക്കെ വെച്ചു കൊടുത്താൽ രക്ഷപ്പെട്ടു പോയേനെ. ഇപ്പോ പയ്യന്നൂരിൽ വീണ്ടും സ്ഫോടക വസ്തു എറിഞ്ഞ ഈ വീടും കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ വാർത്തയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന ഈ സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ള കമലാക്ഷി എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ആളാണ്. ഇദ്ദേഹത്തിന്റെ മകനും മകന്റെ ഭാര്യയും ഒക്കെ അവിടെ പ്രാദേശികമായി കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെയായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവിടെ ബൂത്ത് ഏജന്റ്, UDF സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റായി അവിടെ ഇരിക്കുകയും ചെയ്ത ഒരു ആൾ കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധം ഈ പറയുന്ന ആരും തന്നെ ആരോപിക്കുന്നില്ല. പക്ഷെ കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം എന്നുള്ളതാണ് എല്ലാ വിഭാഗവും ഇതിനകത്ത് ആവശ്യപ്പെടുന്നത്. നേരത്തെ വലിയ രീതിയിൽ പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് വീടുകളുടെയും അതുപോലെ തന്നെ കാറുമൊക്കെ ആക്രമിക്കുന്ന സ്ഥിതി, അതുപോലെ തന്നെ അവിടെ ഈ വി കുഞ്ഞികൃഷ്ണൻ്റെ ചുമരെഴുതിയിട്ടുള്ള ചുമര് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ സംഭവത്തിനൊക്കെ തൊട്ടു പിന്നാലെയാണ് അവിടെ ഒരു സമാധാന യോഗമൊക്കെ വിളിച്ച് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഒരുമിച്ച് പങ്കെടുക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം പൊതുവായി അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത്. ആ സംഭവത്തോടു കൂടി തന്നെ പ്രശ്നങ്ങൾ ഏകദേശം, അതായത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ആ സംഘർഷ സാഹചര്യം ഏറെക്കുറെ അവസാനിച്ചതാണ്. ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് അവിടെയുള്ള സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അതിനകത്ത് കാര്യമായി ഇടപെടണം എന്നുള്ളതാണ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ഒക്കെ ചെയ്ത വി കുഞ്ഞികൃഷ്ണന്റെ അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോഴെന്തായാലും സംഭവിച്ചിരിക്കുന്നത്, ഇന്നലെ രാത്രി ഏകദേശം ഒരു 10:50 ഈ പറയുന്ന കമലാക്ഷിയുടെ വീടിന് നേരെ ഇത്തരത്തിലൊരു സ്ഫോടക വസ്തു എറിയുന്നത്. വീടിൻ്റെ തൊട്ട് മുന്നിൽ ഒരു വലിയൊരു പരസ്യ ബോർഡ് ഉണ്ടായിരുന്നു. ആ പരസ്യ ബോർഡിൽ തട്ടി ഈ പറയുന്ന സ്ഫോടക വസ്തു വീട്ടിലേക്ക് എത്താതിരുന്നത് കൊണ്ടാണ് അവിടെ അപകടം ഒഴിവായത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് പൊതുവായി ഇപ്പോൾ ഉയർന്നു വരുന്ന. താങ്ക് യു അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കമലാക്ഷി ചേച്ചി ആ വീട്ടിലുണ്ടായിരുന്നു എന്തോ. എന്തായാലും വീട്ടിന്റെ മുറ്റത്തേക്കൊന്നും വീണില്ല. പരസ്യ ബോർഡിൽ തട്ടി പോയത് കൊണ്ട് നമ്മൾ സാധാരണ പറയില്ലേ, കണ്ണിൽ തട്ടി പുരികത്ത് തട്ടി പോയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെയാണ്. എനിക്കിനിയും മനസ്സിലാവാത്ത കാര്യം, ഈ ചൂടത്തൊക്കെ അവിടെ സ്ഫോടക വസ്തുവൊക്കെ ഉണ്ടാക്കാൻ ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിലേ അവരുടെ മനസ്സിലേക്ക് എന്തായിരിക്കും എന്നുള്ളതാണ്.